ഹായ് ഹലോ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് നിങ്ങൾ മുന്നിലോട്ട് വന്നേക്കണായിട്ട് നമ്മുടെ കേരളത്തിലുള്ള ഒന്നല്ല, അങ്ങ് നേപ്പാളിലുള്ള ഒരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നേപ്പാളി ചുക്കാനി അങ്ങനെയാണ് പേരിട്ട് അതിൻ്റെ. അപ്പം പേര് കേട്ട ചിരിയൊക്കെ വരും, പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി നമ്മളൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഈ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ പൊട്ടാറ്റോയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു ബൗളിലോട്ട് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. എടുക്കുമ്പോൾ കട്ട തൈര് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സവാള, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി, പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. കാരണം പൊട്ടാറ്റോയിൽ അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചത്. അപ്പം ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പുളിയില്ലാത്ത തൈര് എടുക്കണം കേട്ടോ. നല്ല പുളി ഉണ്ടാകുമ്പോൾ ഒരു ടേസ്റ്റ് കുറവായിരിക്കും. എന്നിട്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് താളിക്കണം. അതിന് വേണ്ടി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നന്നായി ചൂടായി വരണം. അതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇതിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടണം കേട്ടോ. ആ കസൂരി മേത്തിയൊക്കെ ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണേ. പുളിയില്ലാത്ത തൈര് എടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. എനിക്കിത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നാ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നേപ്പാളി ചുക്കാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ എടുക്കുമ്പോൾ കട്ട തൈര് എടുക്കണം. പിന്നെ അതുപോലെ പുളി അധികം ഇല്ലാത്ത തൈര് എടുക്കണം. ഭയങ്കര ടേസ്റ്റിയാണ്. ചോറിനോട് വേറെ ഒന്നും വേണ്ടത്, ഇത് മാത്രം മതി. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്കിപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.